ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി ഇഡി. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന വലിയ വാർത്തയിലേക്കാണ്. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. കേസിൽ 2 തവണ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. SS ശരണാണ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ശരൺ, ഇപ്പോൾ ജയസൂര്യ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ മാത്രമാണ്, പക്ഷേ ഇപ്പോൾ ജയസൂര്യയുടെ 39 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ വാർത്തയാണ് പുറത്തുവിടാനുള്ളത്. അതായത് വളരെ നിർണായകമായിട്ടുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ജയസൂര്യയെ 2 തവണ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇഡി പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നത്. ഈ സേവ് ബോക്സ് ലേലം ആപ്പാണ്. ആ ലേലം ആപ്പിന്റെ ഫ്രാഞ്ചൈസികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വലിയ തട്ടിപ്പാണ് തൃശ്ശൂർ സ്വദേശിയായ സ്വാദിഖ് റഹീം നടത്തിയിരുന്നത്. അതിൽ തന്നെ ഈ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നു. അങ്ങനെ കരാറുണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിലേക്ക് ജയസൂര്യയെ വിളിച്ചു വരുത്തി 2 തവണ ചോദ്യം ചെയ്തിരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹത്തിന് 1 തവണ കൂടി ഈ രേഖകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയെല്ലാം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയിരുന്ന കാര്യം, ഈ കരാറുണ്ടായിരുന്നു, അതായത് ബ്രാൻഡ് അംബാസഡറായിട്ട് ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നപ്പോൾ തന്നെ ഇതിന്റെ പ്രതിഫലം ജയസൂര്യ പറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷങ്ങൾ പ്രതിഫലമായി വാങ്ങി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി ഇഡി എത്തുകയും ചെയ്തിരുന്നതാണ്. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്ക് ലഭിച്ചിരിക്കുന്ന പണം അത് പിടിച്ചെടുത്തിരിക്കുന്നു ഇഡി എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, അത്തരത്തിൽ തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്, അത് ആർക്കൊക്കെയാണ് ആ പണം ലഭിച്ചത് എന്നുള്ളതാണ്. ഇവിടെ സ്വാദിഖ് റഹീം എന്ന തൃശ്ശൂർ സ്വദേശിയാണ് വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അയാൾ കോടികളാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ തട്ടിയെടുത്തപ്പോൾ തന്നെ ഒരു തുക ജയസൂര്യയ്ക്ക് കൈമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ജയസൂര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പണം, ഈ കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഇഡി സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിയെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയസൂര്യയുടെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ ജയസൂര്യ മാത്രമല്ല, ജയസൂര്യയുടെ ഭാര്യയായ സരിതയെയും കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത് സ്വാദിഖ് റഹീം. ഒപ്പം തന്നെ ഈ സേവ് ബോക്സ് ഉടമയായ സ്വാദിഖ് റഹീം നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല തവണ ചോദ്യം ചെയ്തിരുന്നതാണ്. അപ്പോൾ സ്വാദിഖ് റഹീം ജയസൂര്യക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്ന് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് താൻ ഇത്തരത്തിൽ ജയസൂര്യയ്ക്ക് പണം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലും പിന്നീട് രേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ജയസൂര്യയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇത് എന്താണ് ഈ തട്ടിപ്പ്? അതുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്കായി ഈ സേവ് ബോക്സ് ആപ്പ് എന്തായിരുന്നു യഥാർത്ഥത്തിൽ, ശരൺ? സ്മൃതി, അതായത് ഒരു ഓൺലൈൻ ലേലം ആപ്പ് എന്നുള്ളതാണ് ഇവർ അവകാശപ്പെട്ടിരുന്നത്. അതിൽ പ്രധാനമായും ഈ തൃശ്ശൂർ സ്വദേശിയായ സ്വാദിഖ് റഹീമാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തന്നെ പല നടന്മാരും ബ്രാൻഡ് അംബാസഡർമാരായിട്ട്, അതായത് ഇതിന്റെ പ്രൊമോഷൻ രംഗത്ത് സജീവമായിരുന്നു എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നതാണ്. അത് ജയസൂര്യ മാത്രമല്ല, അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു ലേലം ആപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ അതിന്റെ ഫ്രാഞ്ചൈസികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ പണം തട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ വലിയ തുക, വലിയ ഡിസ്കൗണ്ടിൽ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ലേലത്തിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഫ്രാഞ്ചൈസികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഫ്രാഞ്ചൈസികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരാളിൽ നിന്ന് ലക്ഷങ്ങൾ സ്വന്തമാക്കുകയും പിന്നീട് അത് തിരികെ നൽകാതെയുള്ള തട്ടിപ്പായിരുന്നു. അതിൽ തന്നെ തുടക്കത്തിൽ തൃശ്ശൂർ വെസ്റ്റ് പോലീസാണ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിലാണ് ഈ ഉടമയായ സ്വാദിഖ് റഹീമിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള വിവരം, ഇതിന്റെ കള്ളപ്പണം ആസ്പെക്ട്സിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നീളുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വാദിഖ് റഹീമിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. പിന്നാലെ ജയസൂര്യയിലേക്ക് അന്വേഷണം നീളുകയും ചെയ്തത്. SS ശരണാണ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ജയസൂര്യക്കെതിരെ ഇഡിയുടെ നടപടിയാണ്. ജയസൂര്യയ്ക്ക് സേവ് ബോക്സ് ആപ്പിൽ കൂടെ കിട്ടിയിരിക്കുന്ന 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇപ്പോൾ ഇഡി മരവിപ്പിച്ചിരിക്കുകയാണ്.